ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ അടിപൊളി ഒരു കടലക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് നോക്കിയാലോ. ഈ കടലക്കറി എൻ്റെ മെത്തേഡിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊരു 8 മണിക്കൂർ കുതിർത്ത് വെച്ച കടലയാണ്. ഇത് ഞാൻ ഇനി ഒന്ന് വേവിക്കാൻ പോവുകയാണ് കുക്കറിൽ. ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ഞാൻ 1 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വലിയ ഉള്ളി 2 എണ്ണം, 2 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി ഇട്ട് ഇത് ഞാനൊന്ന് മിക്സിക്കകത്ത് അരയ്ക്കാൻ പോവുകയാണ്. പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഒരു വരമുളക് എല്ലാം കൂടി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ രൂപത്തിലാണ് അരച്ചിരിക്കുന്നത്. പേസ്റ്റ് പോലെ ആക്കിയിട്ടില്ല. ഇവിടെ ഞാൻ മസാലപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. അതിനകത്ത് പെരുജീരകം, സോമ്പ്, 2 ഗ്രാമ്പൂ, ഒരു 3 ഏലക്ക, പട്ട, ബിരിയാണി ഇല ഇത്രയേ ചേർക്കുന്നുള്ളേ. പിന്നെ സ്റ്റാർ പോലത്തെ ഒരു പൂവുണ്ടല്ലോ മസാല, അതും ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചെറുതായിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തേ മസാല ഐറ്റംസ്. ഇവിടെ ഞാൻ കടുക് ഇട്ടു. അതിനകത്തോട്ട് തന്നെ ഞാൻ അരച്ച് വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളകെല്ലാം കൂടി ചേർക്കുവാണ്. ഒരു കരിയാപ്പില ഇട്ടിട്ടുണ്ട്. ഇവിടെ 2 കൊച്ചു തക്കാളിക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയും ഒരു കൊച്ചു നെല്ലിക്കയുടെ അത്രയുള്ള പുളിയും എടുത്തിട്ടുണ്ട്. പുളിയും ചേർക്കുന്നുണ്ട് ഞാനതിനകത്ത്. ഇവിടെ ഞാൻ 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 3 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതെല്ലാം കൂടി ചട്ടിക്കകത്തോട്ട് ഇടാൻ പോവുകയാണ്. ഞാൻ പൊടിച്ച് വെച്ച മസാലയെല്ലാം കൂടി ഇട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതും അങ്ങോട്ട് ഇടുക. ഇതൊന്ന് ചൂടാക്കാമേ. ആ പച്ചച്ചൊവയെല്ലാം ഒന്ന് പോട്ട്. അത് കഴിഞ്ഞ് കണ്ടിച്ച് വെച്ച തക്കാളിക്ക് അങ്ങോട്ട് ഇടുവാമേ. ഇനി ഇതും ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇതിനകത്ത് ഞാൻ പെരുങ്കായം പൊടി ചേർക്കുന്നുണ്ട്, കായപ്പൊടി. അത് കഴിഞ്ഞ പുളിവെള്ളം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. അങ്ങനെ നമ്മൾ കുക്കറിനകത്ത് വേവിച്ച കടല റെഡി ആയിട്ടുണ്ട്. ഇത് ചട്ടിക്കകത്തോട്ട് ഇടുവാണേ. ഇവിടെ വേവിച്ച് വെച്ച കുറച്ച് കടല, ഒരു തവി കടല ഞാനിത് മിക്സി ജാറിനകത്തോട്ട് ഇട്ടേ. ഇത് ഒന്ന് അരിച്ചിട്ട് വന്ന് അതിനകത്തോട്ട് കടലക്കറിക്കകത്ത് ചേർക്കാം. അങ്ങനെ ചേർക്കുന്നുണ്ടെ കടലക്കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും. അങ്ങനെ ഞാൻ കടല മിക്സിക്കകത്ത് അരിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ആ കറിക്കകത്തോട്ട് ചേർക്കുവാണേ. ഞാൻ കടല വേവിക്കാൻ നേരത്ത് ഓൾറെഡി 1 സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളും നോക്കി ഉപ്പ് ചേർക്കുക. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ കടലക്കറി. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി കടലക്കറി. നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.